കൊള്ളൂല, സത്യമായിട്ടും കൊള്ളില്ല. ഒരു ആവറേജ് പടം. പക്ഷെ സത്യം പറഞ്ഞാൽ അക്കൊന്നും മനസ്സിലായില്ല. ഉറങ്ങി ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ടാണ് വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതുണ്ട്. നമ്മ കുറെ എക്സ്പെക്ട് ചെയ്തു. ആ ടീച്ചറിന്റെ പകുതി പോലും ഇല്ല. ലാസ്റ്റെല്ലാം ഒരുമാതിരി ആനിമേഷൻ പടം പോലെ അല്ല ആയി. തിരിച്ചു വന്നില്ല. സെക്കൻഡ് പാർട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ടിൽ പ്രതീക്ഷ അവരല്ലേ ചെയ്യണ്ടേ, പ്രതീക്ഷ അവരല്ലേ കൊടുക്കണ്ടേ, നമ്മളല്ലല്ലോ, തീർച്ചയായിട്ടല്ലോ. ക്ലൈമാക്സ് വരുമ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. സെക്കൻഡ് പാർട്ട് അത് കുറച്ചും കൂടെ ബാക്കിലോട്ടല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം കണ്ടേനക്കാരും കുറച്ചും കൂടെ ബാക്കിലോട്ട് അവരെ കോസ്റ്റ്യൂം ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബാക്കിലോട്ട് ഭാര്യ തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയല്ലേ സിനിമ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നി ഫസ്റ്റ് പാർട്ട് നല്ല മടുപ്പായിരുന്നു. പോരാ, പക്ഷെ എന്നാൽ പോലും ഒരു സെക്കൻഡ് പാർട്ട് എടുക്കണേ കൊണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിന്റെ ഒരു പ്രതീക്ഷയിൽ അതിനെ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് ആക്കി എടുക്കാന്നുള്ളത്. കുഴപ്പമില്ല, ഭയങ്കര ലാഗായിരുന്നു. മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, മോശമില്ല. സെക്കൻഡ് പാർട്ട് കാണാൻ കണ്ടുവരൂ മോഹൻലാലിന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നോർമൽ ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം LJP പടമാണ്. LJP പടം ആ ഒരു ഫീലിരുന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. ലാലേട്ടനും കൂടെ ആ ഒരു കോംബോ വരുമ്പോൾ ആൾക്കാർ ഐപ്പ് കുറച്ച് കൂടി, പ്രതീക്ഷ കൂടി. പക്ഷെ ഐപ്പ് പാടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു നോർമൽ ഐപ്പിലൊക്കെ വന്നിരുന്നെങ്കിൽ ആൾക്കാർക്ക്, ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് വന്നത് പടം. അപ്പോൾ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയി സംഭവം. ടെക്നിക്കൽ സൈഡ് എടുത്തു പറയണം. ക്യാമറ ആണെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അന്യായമായിരുന്നു. അതിന് മേക്കിങ്ങിന് ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല ലിജോ. നല്ല എളുപ്പമായി. കാരണം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വൈസ് അവർ പറഞ്ഞ ഈ ഇന്റർവ്യൂസിലെല്ലാം പറഞ്ഞ സ്ക്രിപ്റ്റ് ഒക്കെ മാരകമാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് അത് വളരെ കുറവായിട്ട് ഫീൽ ചെയ്തു. എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടായിരുന്നു ലിജോന്റെ പടത്തിന്റെ അകത്ത്. വേണ്ടായിരുന്നു എന്ന് തോന്നി. ലിജോയും മോഹൻലാലും കൂടെ ആ ഒരു പ്രതീക്ഷ ഒരു കൊള്ളായിരുന്നു. പക്ഷെ നല്ലൊരു തിരക്കഥ, സ്ട്രോങ് ആയിട്ട് ഒരു തിരക്കഥ ഉണ്ടായിരുന്നു. എല്ലാവരും മാസ് പടം പ്രതീക്ഷ ഉണ്ടാണ് വന്നത്. അവർ തന്നെ പറഞ്ഞു അത് മാസ് പടമൊന്നും അല്ല, ഒരു ക്ലാസ് ആയിട്ടുള്ള രീതിയാണ്. പിന്നെ ഇഴച്ചില് അത് മുഴുനീളമുണ്ട് പടത്തിൻ്റെ അകത്ത്. അത് എല്ലാവർക്കും കുറച്ച് നിരാശപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേക്കിങ്ങിന് ഒരു കുറ്റവും പറയില്ല, അന്യായ മേക്കിംഗ്, അത് ഒരു രക്ഷയില്ല. ലിജോന്റെ പടത്തിനെക്കാട്ടി ടോപ്പ് നോച്ചായിട്ട് നിൽക്കും മേക്കിങ്ങിന്റെ കാര്യത്തിൽ, ഒരു രക്ഷയില്ല. BGM ആണെങ്കിലും പിന്നെ ചില സമയത്ത് ഒരു BGM തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ട് വളരെ ബോറിംഗ് ആയിട്ട് ചില സമയത്ത് തോന്നി. പക്ഷെ എന്നാലും ഒരു നോർമൽ എന്താ പറയുക, ലിജോ പടങ്ങൾ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിരാശയൊന്നും വലുതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് അല്ലാത്ത ജനങ്ങൾക്ക് എങ്ങനെയാണ് അത് അംഗീകരിക്കോ ഇല്ലെന്നൊന്നും എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോൾ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും പേഴ്സണലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ പോരായ്മകൾ പടത്തിൻ്റെ അകത്തുണ്ട്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. മേക്കിംഗ് ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്.